സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ജസ്റ്റ് ആ കോളം ആൻഡ് നീ ടൈപ്പിൽ പറയായിരുന്നു. അപ്പോൾ കോളം ആൻഡ് നീ ടൈപ്പിൽ ഞാൻ പറഞ്ഞു മില്ലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോളം ആൻഡ് നീ ടൈപ്പ്, ബെഡ് ടൈപ്പ്, പ്ലാനാർ ടൈപ്പ്, സ്പെഷ്യൽ പർപ്പസ് ടൈപ്പ് അല്ലേ. അതിൽ കോളം ആൻഡ് നീ ടൈപ്പ് ആണ് ജനറലി യൂസിങ് അല്ലേ. among the available variety of mailing machines, column and knee type is most commonly used. So e column and knee type milling machines there are given there are 4 to 5 types of column and knee type milling machine, like horizontal, vertical, omniversal, universal, and you can ratherly say hand milling machine is also there. Okay, like that. അപ്പം അതിൽ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻസിൽ പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു പാർട്സ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ നിർത്തിയത്. യു ഹാവ് എ ബേസ്, ദെൻ യു ഹാവ് എ കോളം. കോളം ആൻഡ് നീ ടൈപ്പ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നീ അല്ലേ, നീ എന്ന് പറയുന്ന സാധനം കോളം നിന്ന് പ്രൊജക്റ്റ് ചെയ്ത പാർട്ട് അല്ലെ, ദ പോർഷൻ വിച്ച് പ്രൊജക്ട്സ് ഫ്രം ദ കോളം. പിന്നെ ഈ പാർട്ട്, ഈ പറയുന്ന പാർട്ടിന് അപ്പ് ആൻഡ് ഡൗൺ സ്ലൈഡ് ചെയ്യാനുള്ള മൂവ്മെൻറ്റും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നീ എന്ന് പറയുന്നത് ടോട്ടലിന്. ഓക്കെ, ഇറ്റ് സപ്പോർട്ട്സ് ദ സാഡിൽ ആൻഡ് ദ ടേബിൾ. അപ്പോൾ സാഡിൽ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ടേബിൾ ക്യാരി ചെയ്യുന്നതാണ് അല്ലെ സാഡിൽ എന്ന് പറയുന്നത്. സോ സാഡിലിൻ്റെ മേലെ ഗൈഡ് വേസ് ഉണ്ടാവും അല്ലേ. സാഡിൽ, അതായത് സാഡിൽ മൂവ് ചെയ്യുന്നത് നീൻ്റെ മേലെ ഗൈഡ് വേസ് ഉണ്ടാവും, അതിൻ്റെ മേലെയാണ് സാഡിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ടേബിൾ എന്ന് പറയുന്ന സാധനം സാഡിലിൻ്റെ മേലെയാണ് വെക്കുന്നത്. ഓക്കെ, ഇറ്റ് ട്രാവൽസ് ലോങ്ങിറ്റ്യൂഡിനലി അല്ലേ. ടേബിൾ അതായത് ടേബിളിൻ്റെ ടോപ്പ് ഫേസിൽ നമുക്ക് 3 സ്ലോട്ട്സ് കാണാൻ പറ്റും. ഓക്കെ, അവിടെയാണ് നമുക്ക് ക്ലാമ്പ് വർക്ക് പീസും കാര്യങ്ങളൊക്കെ ഫേം ആയിട്ട് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡു ഹാവ് എ T slots on the top face of the table. Okay, പിന്നെ ഒരു ലീഡ് സ്ക്രൂ ഉണ്ടാവും അല്ലേ, ടു മൂവ് ടേബിൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനൊരു ലീഡ് സ്ക്രൂ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് കോളം ആൻഡ് നീ ടൈപ്സിൽ വരുമ്പം സാധാരണ ഒരു നോർമൽ മില്ലിംഗ് മെഷീൻസിൽ ഇത്രയും പാർട്സാണ് ഉണ്ടാവുക ജസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ പാർട്സ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് എടുക്കാം. അപ്പം ഒരു ഹൊറിസോണ്ടൽ നീ ടൈപ്പ്, കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ടൈപ്സിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു കോളം ആൻഡ് നീ ടൈപ്പ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെ. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഒരു ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ് പൊതുവെ. ഓക്കെ, മേ ബി ഇറ്റ് ഈസ് ഓൾസോ വെർട്ടിക്കൽ. സാധാരണ ഒരു ഹാൻഡ് മില്ലിംഗ് മെഷീൻ. ഓക്കെ, നമ്മൾ ഫീഡ് മൂവ്മെന്റ് ഹാൻഡിനെ കൊണ്ട് കൊടുത്ത് വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് മെഷീനിങ് ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഹാൻഡ് മില്ലിംഗ് മെഷീൻസ്. നൗ ലെറ്റ് മി കം ടു പ്ലെയിൻ മില്ലിംഗ് മെഷീൻ. ഈ മെഷീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്, പ്ലെയിൻ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ അല്ലെ. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ ഫിഗറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ കണ്ടതും ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ എന്താണ് പറഞ്ഞത്? ടേബിൾ ഈസ് ഫെഡ് ബൈ എ ഹാൻഡ് പവർ അഗൈൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് കട്ടർ അല്ലെ. ഒരു ഹൊറിസോണ്ടൽ ആർബർ നിങ്ങൾ കണ്ടതാണ് ഫിഗർ. ഹൊറിസോണ്ടൽ ആർബർ ഉണ്ടാകും, അതായത് വേർ വി പ്ലേസ് ദ കട്ടർ അല്ലെ. നമ്മൾ കട്ടർ എവിടെ പ്ലേസ് ചെയ്യുന്നു, അതായത് സ്പിൻഡിൽ കറങ്ങുന്ന സമയത്താണ് കട്ടർ കറങ്ങുന്നത്. ഓക്കെ, സോ ആ സ്പിൻഡിൽ എന്ന് പറയുന്നത് അല്ലെ ടോട്ടൽ സാധനം എന്ന് പറയുന്നത് ആർബർ ആണ്. സോ വെൻ മോട്ടോർ റൺസ്, ആർബർ റൺസ്, ദെൻ സെയിം വേ കട്ടർ അല്ലെ, കട്ടർ റൊട്ടേറ്റ് ചെയ്യും. അപ്പം എങ്ങനെ മോട്ടോർ കറങ്ങുമ്പോൾ ആർബർ കറങ്ങും, ആർബർ കറങ്ങുമ്പോൾ നമ്മുടെ കട്ടർ റൊട്ടേറ്റ് ചെയ്യും. സോ ഹൊറിസോണ്ടൽ ആർബറിൽ കട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ടേബിൾ മേ ബി ഫെഡ് ബൈ ഹാൻഡ് പവർ. ഓക്കെ, അതായത് ഒരു പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള, ഓക്കെ, വെരി റിജിഡ്, ഹെവിയർ ഇൻ കൺസ്ട്രക്ഷൻ, സോ ദാറ്റ് ഹെവി മില്ലിംഗ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ്. ഓക്കെ, ഹെവിയാണ്, ഹെവി വർക്ക്സ് ഒക്കെ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രൊവൈഡഡ് വിത്ത് 3 ടേബിൾ മൂവ്മെന്റ്സ്. ഞാൻ പറഞ്ഞു സാധാരണ 3 ടേബിൾ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് ലോങ്ങിറ്റ്യൂഡിനൽ, ഒന്ന് ട്രാൻസ്വേഴ്സ്, ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷൻ. എന്തൊക്കെയായിരുന്നു മൂവ്മെന്റ്? വെർട്ടിക്കൽ മൂവ്മെന്റ് ആണെങ്കിൽ ബൈ മൂവിങ് ദ നീ. ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബൈ മൂവിങ് ദ ടേബിൾ. ക്രോസ് വൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബൈ മൂവിങ് ദ സാഡിൽ. ഇത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ലോങ്ങിറ്റ്യൂഡിനൽ മീൻസ് മൂവിങ് ദ ടേബിൾ, വെർട്ടിക്കൽ മീൻസ് മൂവിങ് ദ നീ, ക്രോസ് വൈസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ദ സാഡിൽ. ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ. Now, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബ്സോ അല്ലെങ്കിൽ നോൺ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ജോബ്സ് ആണ് പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, സാധാരണ സ്പെഷ്യൽ പേർപ്പസ് ജോബ്സും കാര്യങ്ങളൊന്നും പ്ലെയിൻ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യാറില്ല. വെൻ യു കംസ് ടു വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ഈ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ പോലെ തന്നെ ബട്ട് വേർട്ടിക്കൽ സ്പിൻഡിൽ. ഓക്കെ, when you have a vertical spindle, it's called a vertical milling machine. Machine may be plain or universal. Plain ആവാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ആവാം. ഓക്കെ, സ്പിൻഡിൽ ഹെഡ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ ബാക്ക്വേർഡ് ഓർ ഫോർവേഡ്. അതായത് സ്പിൻഡിൽ ഹെഡിന് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ ബാക്ക്വേർഡോ ഫോർവേഡോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഓർ കോമ്പൗണ്ട് ആംഗിൾ കട്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. സർക്കുലർ ഗ്രൂ ഓപ്പറേഷൻസ് കാര്യങ്ങൾ വിത്ത് റൊട്ടേറ്റിംഗ് ടേബിൾസ് ആണ് നമ്മൾ സാധാരണ ഒരു വേർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്നത്. സോ വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഈസ് വേർട്ടിക്കൽ ആൻഡ് ടേബിൾ അല്ലേ, ടേബിൾ മേ എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക അല്ലേ. വേർട്ടിക്കൽ സ്പിൻഡിൽ ചെയ്തിട്ട് ഉള്ള ഒരു വേർട്ടിക്കൽ സ്പിൻഡിലുള്ള ഒരു മെഷീനാണ് നമ്മൾ വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. വേർട്ടിക്കൽ കോളം ഈസ് മൗണ്ടഡ് ഓൺ ദ ബേസ് വിച്ച് ഈസ് ബോൾട്ടഡ് ടു ദ ഫൗണ്ടേഷൻ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ടോട്ടലി ഒരു വേർട്ടിക്കൽ കോളത്തിൽ ഗൈഡ് വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മേലെ നമുക്ക് നീ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം ആണ്. നീ ഹാസ് എ ഹൊറിസോണ്ടൽ വേസ് അല്ലേ, പെർപെൻഡിക്കുലർ ടു ദ വേസ് ഓഫ് ദ കോളം. പിന്നെ പറയാൻ പറ്റുന്ന വേർട്ടിക്കലിൽ ടേബിൾ മൂവ്മെൻറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സ്പിൻഡിൽ ആക്സിസ്. ഓക്കെ, സ്പിൻഡിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ടേബിൾ മൂവ്മെൻറ്റ് വരുന്നത്. അതായത് ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ ഹെഡ്, ടോട്ടൽ ഹെഡ്, അതായത് കട്ടർ എന്ന് പറയുന്ന സാധനം ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതായത് സ്പിൻഡിൽ എന്ന് പറയുന്നത് വേർട്ടിക്കൽ ആയിരിക്കും ഉണ്ടാവുക. നേരത്തെ സ്പിൻഡിൽ ഹൊറിസോണ്ടൽ ആയിരുന്നു അല്ലേ. ഹൊറിസോണ്ടലിൽ നേരത്തെ കണ്ടു, ഇതാ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കണ്ടത് ഹൊറിസോണ്ടൽ ആണ് അല്ലേ. സ്പിൻഡിൽ ഹൊറിസോണ്ടൽ ആണ് ദിസ് വൺ. ഇത് വേർട്ടിക്കൽ ആകുന്ന സമയത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലെയിൻ ഹാൻഡ് മില്ലിംഗ് ആയി, പ്ലെയിൻ മില്ലിംഗ് ആയി, വേർട്ടിക്കൽ മില്ലിംഗ് ആയി. ഇനി ഒരു പറയാനുള്ളത് യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ ആണ്. ഇത് രണ്ടും പറയുന്ന സമയത്ത് ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഈ വേർട്ടിക്കലിൽ പ്ലെയിനും ആവാം യൂണിവേഴ്സലും ആവാം. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി പറയും. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. ഓക്കെ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്താണ്? യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ പേരിൽ തന്നെയാണ് അല്ലേ. ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ആസ്പെക്ട്സിലും, നമ്മൾ പറയുന്ന എല്ലാ ആസ്പെക്ട്സിലും കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് സിമിലർ ടു ദ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. പക്ഷേ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ വിൽ ഹാവ് ആൻ എഡീഷണൽ സ്വെല്ലിംഗ് മൂവ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ടേബിളിന് നമുക്ക് മൂവ്മെൻറ്റ്, ഒരു ആംഗുലാറിൽ ഒരു മൂവ് ചെയ്യാനുള്ള, അതായത് നമ്മളിപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റൊക്കെ മൂവ് ചെയ്യുന്നില്ലേ, അതുപോലെ ടോട്ടൽ ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൂവ്മെൻറ്റ്, അതായത് ഒരു എഡീഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ടേബിൾ ക്യാൻ ബി റൊട്ടേറ്റഡ് അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ത്രൂ 45 ഡിഗ്രി ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ ആക്സിസ് എന്നാണ് പറയുക. ഓക്കെ, അതായത് നമുക്ക് ടേബിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, സ്വെല്ല് ചെയ്യാൻ പറ്റും at an angle up to 45 degree. Okay, so the main difference between the plane type is that work table is mounted on the circular swelling ബേസിലാണ്. നേരത്തെ സർക്കുലർ അല്ല. വർക്ക് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസ്, സർക്കുലർ സ്വെല്ലിംഗ് ബേസിൽ വെക്കുക ചെയ്യുക. മറ്റേത് ഡയറക്ട്ലി മൗണ്ടിങ് ആണെങ്കിൽ ഇതൊരു സർക്കുലർ സ്വെല്ലിംഗ് ബേസ് ഉണ്ടാവും. ഓക്കെ, സ്വെല്ലിംഗ് ബേസിൽ ഈ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് 45 ഡിഗ്രിയിലോട്ട് ആണ്. ഓക്കെ,
45 ഡിഗ്രിയിൽ നമുക്ക് ടോട്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ടേബിൾ. ഓക്കെ, ടേബിൾ ക്യാൻ ബി റൊട്ടേറ്റഡ് about the vertical axis through 45 degree, okay, on the either side. So it is less rigid and heavier in lighter in construction, okay. അത്ര റിജിഡ് ഒന്നുമല്ല, ലെസ് റിജിഡ് ആണ് കമ്പാരിറ്റീവ്ലി, ആൻഡ് ലൈറ്റർ ഇൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ റോട്ടറി ടേബിൾ അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള സെറ്റപ്പിൽ വേറെ പല എഡീഷണൽ സെറ്റപ്സും ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് എന്നാണ് അതിന് പറയുക. സോ ഈ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. ഓക്കെ, ലൈക്ക് ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ്. വെർട്ടിക്കൽ അറ്റാച്ച്മെൻറ്റ് ആൻഡ് റോട്ടറി ടേബിൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഇങ്ങനത്തെ പല അറ്റാച്ച്മെൻറ്റ്സും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ പർപ്പസ് ജോബ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ദസ് ദ മെഷീൻ ബിക്കം വേഴ്സറ്റൈൽ എന്ന് പറയാം. ഓക്കെ, ദ മെഷീൻ ബിക്കം വേഴ്സറ്റൈൽ, capable of cutting some gears like bevel gear, helical gears, worm wheel, അല്ലേ? ഈ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് ഈ ബിവൽ ഗിയർ അല്ലെങ്കിൽ വേം വീൽ എന്നൊക്കെ പറയുന്നില്ലേ, ഈ വീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബൈ യൂസിങ് ദീസ് സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് ദ മെഷീൻ ബിക്കം വെഴ്സറ്റൈൽ. ഓക്കെ, നമ്മുടെ ഈ റീമർ, ഡ്രിൽസ് അല്ലേ, ഡ്രിൽ ബിറ്റ്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് സ്പെഷ്യൽ വിത്ത് ദ യൂസ് ഓഫ് സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹലോ. Okay, now let's go to omniversal milling machine. Okay, omniversal milling machine. എന്താണ് omniversal milling machine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, omniversal milling machine എന്ന് പറയുന്നത് ഈ ഒരു മെഷീനിൽ omniversal milling machine എന്ന് പറയുന്നത് നീ എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ പ്രൊജക്ഷൻ ഇല്ലേ, ദ പ്രൊജക്ഷൻ ഫ്രം ദ കോളം അല്ലേ, നീ ഈസ് അറ്റാച്ച്ഡ് ടു എ സർക്കുലർ ബേസ്. അതാദ്യം നീ എന്ന് പറയുന്നത്, നീ ടോട്ടൽ നീ തന്നെ ഒരു സർക്കുലർ ബേസിലായിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സെൽഡ് അബൌട്ട് എ ഹോറിസോണ്ടൽ ആക്സിസ് പാരലൽ ടു ദ സ്പിൻഡിൽ. ഓക്കെ, ആലോചിക്കുക, ഒംനിവേഴ്സൽ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു കോളം നീ സെറ്റപ്പ് കണ്ടില്ലേ, ഇവിടെ കോളം നീ സെറ്റപ്പ്, ഞാൻ മൂവ് ചെയ്യുന്ന കേഴ്സർ മൂവ് ചെയ്യുന്ന കാണുന്നില്ലേ, കോളം നീ സെറ്റപ്പ് കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരു ഏരിയയിലെ കോളം നീ ഏരിയ, ഈ ഒരു ഏരിയയിൽ, അതായത് ഈ നീ ഡയറക്ട്ലി ടു അറ്റാച്ചിങ് ടു കോളം അല്ലാതെ വി വിൽ ഹാവ് എ സർക്കുലർ ബേസ്. ഇവിടെ ഒരു സർക്കുലർ ബേസ് ഉണ്ടാവും, അതിൽ ആണ് നീ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുക. സോ ദാറ്റ് വി ഗോട്ട് ആൻ ആംഗുലർ മൂവ്മെൻറ്റ് ഓഫ് ദിസ് നീ. അതിനെയാണ് നമ്മൾ ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പറയുന്നത്. സോ ദ ടേബിൾ ഹാസ് ഓൾ 4 മൂവ്മെൻറ്റ്സ്. ആദ്യം യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ ഉണ്ടാവുന്ന 4 മൂവ്മെൻറ്റ്സ് കൂടാതെ ഒരു 5th മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലേ? അത് ഒരു വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ 3 മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് ആ മൂവ്മെൻറ്റ്? 3 മൂവ്മെൻറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? വേർട്ടിക്കൽ മൂവ്മെൻറ്റ് ബൈ മൂവിങ് ദ നീ, ക്രോസ് വൈസ് മൂവ്മെൻറ്റ് ബൈ മൂവിങ് ദ സാഡിൽ, ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് മൂവിങ് ദ ടേബിൾ. ഈ 3 മൂവ്മെൻറ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ കാര്യം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ കാര്യം. ഓക്കെ, ഇതിൽ നിന്ന് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിലോട്ട് പോകുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ പോകുമ്പം നമ്മുടെ ഈ ടേബിളില്ലേ, അതായത് സാഡിലിൻ്റെ മേലെ വെക്കുന്ന ടേബിളിന് ഒരു ആംഗുലാർ മൂവ്മെൻറ്റ് വരുന്നുണ്ട്.
അതാണ് എന്ത് ഫോർത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഫോർത്ത് മൂവ്മെന്റ്? ഒരു യൂണിവേഴ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് 4 മൂവ്മെന്റ്സ് ആണുള്ളത്. ലോങ്ങിറ്റ്യൂഡിനൽ, ക്രോസ് വൈസ്, വെർട്ടിക്കൽ ആൻഡ് റൊട്ടേഷൻ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. ശരിയല്ലേ? റൊട്ടേഷൻ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ വരുന്നത്. വേർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്, ക്രോസ് വൈസ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ ഉണ്ട്. ഇത് മൂന്നും ഓൾറെഡി ഉള്ളതാണ്. ഇത് കൂടാണ്ട് ഒരു റൊട്ടേഷൻ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്, അതാണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ പറയുന്നത്. ആൻഡ് ഒംനിവേഴ്സലിൽ വരുമ്പം വി ഡു ഹാവ് എ ഫിഫ്ത്ത്. ഓക്കെ, ഫിഫ്ത്ത് മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? ദ ഫിഫ്ത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് പാരലൽ ടു ദ സ്പിൻഡൽ. ഓക്കെ, റൊട്ടേഷൻ എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് പാരലൽ ടു ദ സ്പിൻഡൽ. അതായത് നിങ്ങൾ ഈ ഫിഗർ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇത് ഒരു പ്ലെയിൻ മില്ലിംഗ് മെഷീനാണ്. 3 മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതാ, ഈ നീന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഈ സാഡിലിന്റെ ക്രോസ് വൈസ് മൂവ്മെന്റ്, ഈ ടേബിളിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്, റൈറ്റ്? ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് ദ ടേബിൾ, അല്ലെ? ക്രോസ് വൈസ് മൂവ്മെന്റ് ഓഫ് ദ സാഡിൽ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഓഫ് ദ നീ. ഈ 3 മൂവ്മെന്റ് ആണ് പ്ലെയിനിൽ ഉണ്ടാവുക. ഇനി പ്ലെയിനിൽ മാറി ഒരു യൂണിവേഴ്സലിൽ വരുമ്പം ഈ ടേബിളിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ടേബിളിന് ഒരു ആംഗുലർ മൂവ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഒംനിവേഴ്സലിൽ വരുമ്പോൾ ഈ കോളം ആൻഡ് നീ ഒരു സർക്കുലർ ബേസിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ സർക്കുലർ ബേസിൽ നിന്ന് നമുക്ക് ഈ നീന് ഒരു ആംഗുലർ മൂവ്മെന്റ് കൊടുക്കാൻ പറ്റും. സോ ദർ ഈസ് എ ഫിഫ്ത്ത് മൂവ്മെന്റ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ഒംനിവേഴ്സൽ, യൂണിവേഴ്സൽ ആൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പം ഒംനിവേഴ്സൽ പൊതുവെ യൂസ് ചെയ്യുന്നത് സ്പൈറൽ ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ മെഷീൻ ചെയ്യാനാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദിസ് ടൂൾ റൂംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡീഷണൽ മൂവ്മെന്റ് വെച്ചിട്ട് സ്പൈറൽ ഗ്രൂവ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബിവൽ ഗിയേഴ്സിലും റീമർ എന്ന് പറയുന്ന റീമിംഗ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റീമർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൂളില്ലേ, ആ ടൂളൊക്കെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ ഒരു ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് നമുക്ക് മില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷീനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു 5 അതായത് ഹാൻഡ് മില്ലിംഗ് ജസ്റ്റ് പറഞ്ഞത് മാത്രം, ദാറ്റ് ഈസ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം. സാധാരണ വളരെ ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ, ഒരു ഹാൻഡ് മില്ലിംഗ് മെഷീൻ. ഓക്കെ, വേർ വി വിൽ കട്ടിങ് ഗ്രൂവ്സ് ആൻഡ് ഷോർട്ട് കീസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യാൻ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ മില്ലിംഗ് മെഷീൻ, ഹാൻഡ് മില്ലിംഗ് മെഷീൻ. നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ട് വരുമ്പം കോളം ആൻഡ് നീ ടൈപ്പ് എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതാണെങ്കിൽ ദർ ആർ 4 ടൈപ്സ്: പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ ആൻഡ് ഒംനിവേഴ്സൽ. ഇനി ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീനും യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ ടേബിൾ മൂവ്മെന്റ് 3 എണ്ണമാണുള്ളത്. യൂണിവേഴ്സലിൽ ടേബിൾ മൂവ്മെന്റ് 4 ഉണ്ട്, അല്ലേ? പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് റിജിഡ് ആൻഡ് ഹെവിയർ ഇൻ കൺസ്ട്രക്ഷൻ ആണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ യൂണിവേഴ്സൽ, വൈൽ കമ്മിങ് ടു യൂണിവേഴ്സൽ ഹെവിയർ ഇൻ കൺസ്ട്രക്ഷൻസ് അല്ല, അല്ലെ? ഇസ് ലെസർ റോബസ്റ്റ് ദാൻ ദ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ലെസർ റോബസ്റ്റ്. ഓക്കെ, ഇനി സ്പെഷ്യൽ പർപ്പസ് മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല, അല്ലേ? സ്പെഷ്യൽ പർപ്പസ് ജോബ്സ് കനോട്ട് ബി ഡൺ, അല്ലേ? അൺലെസ് നമുക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ കൊടുക്കാതെ. പക്ഷേ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ നമുക്ക് വെറൈറ്റി ഓഫ് ജോബ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു മോഡിഫിക്കേഷൻ മാത്രമേ നമുക്ക് പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ അങ്ങനെയല്ല, നമുക്ക് സെപ്പറേറ്റ് സ്പെഷ്യൽ പർപ്പസ് ജോബ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 2 ഡിഫറൻസ് പക്ക ക്ലിയർ അല്ലേ? പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ആൻഡ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ രണ്ടും കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ യൂണിവേഴ്സൽ ആയാലും വെർട്ടിക്കൽ ആയാലും ഹൊറിസോണ്ടൽ ആയാലും ഈവൻ ഒംനിവേഴ്സൽ ആയാലും എല്ലാം കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതൊക്കെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഓൺ ദ മെത്തേഡ് ഓഫ് പവർ സപ്ലൈയിങ്, ടേബിൾ മൂവ്മെന്റ്, അല്ലെ? ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതിൻ്റെയൊക്കെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, അല്ലേ? ഈ ഒരു ബേസിസിലാണ് ഇത്രയും വരുന്നത്. ഓക്കെ സർ. ഓക്കെ, ഇതില് കോളം ആൻഡ് നീ ടൈപ്പില് ഒരു സെക്കൻഡ്.
show you something if possible. Machine construction ഉണ്ടായിരുന്നല്ലോ. ഇതൊരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, ആർ ഗോയിങ് ടു സീ എ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. കണ്ടോ, ഇതൊരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനാണ്. യു ക്യാൻ സീ ദ പാർട്സ് അല്ലേ, പാർട്സ് കാണാൻ പറ്റുന്നില്ല. ഇത് ഈ ഒരു കാണുന്നില്ല എല്ലാവരും വീഡിയോ? ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് മൂവ്മെൻറ്റ്സുകൾ ജസ്റ്റ് കാണിക്കും. ഓക്കെ, ഫൈൻഡ് ഇറ്റ്. ഓക്കെ, ഈ ടേബിളിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലേ, ജസ്റ്റ് ദിസ് ഇസ് എ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതാണ് സ്പിൻഡിൽ. ഓക്കെ, സ്പിൻഡിൽ റൊട്ടേഷനാണ് കാണുന്നത്. വെർട്ടിക്കൽ മില്ലിംഗ് ഹെഡ്. ഓക്കെ, ഓരോരോ പാർട്സ് കാണും, പറയും. മേ ബി എല്ലാം പറയണമെന്നില്ല, നോക്കാം. ഓക്കെ, ഇത് കണ്ടോ ആ ടേബിളിൻ്റെ സ്വെല്ലിങ്, ദിസ് വൺ ഇതുണ്ടോ? അതായത് നമുക്ക് ഓൾറെഡി ഈ ഒരു സർക്കുലർ ബേസ് ഉണ്ടാവില്ല, പ്ലെയിൻ മില്ലിംഗ് മെഷീനാണ്. കാണുന്നില്ല ഈ ഒരു സർക്കുലർ ബേസ് ഇല്ലേ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സർക്കുലർ ബേസ് ഇല്ലേ, ഈ ഒരു സർക്കുലർ ബേസ് എന്തിനുണ്ടാവില്ല? പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഉണ്ടാവുക. ഓക്കെ, ലോങ്ങിറ്റ്യൂഡിനൽ ട്രാവൽ ഇൻ ഫീഡ് ആൻഡ് റാപ്പിഡ്. ഓക്കെ, ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ, മൂവ്മെന്റ് കാണുന്നില്ലേ? ക്രോസ് വൈസ് ട്രാവൽ. ഓക്കെ, ക്രോസ് വൈസ് ട്രാവൽ ഓഫ് ദ ടേബിൾ. ഒരു ക്രോസ് വൈസ് മൂവ്മെന്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ക്രോസ് വൈസ് കണ്ടോ, മൂവ്മെന്റ് കാണുന്നില്ലേ? ക്രോസ് വൈസ്. യെസ്, ഓക്കെ. ഓക്കെ, സെറ്റപ്പുകളിലാണ് കാണുന്നത്. അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് കണ്ടോ, ടേബിളിന്റെ ടോട്ടൽ എലിവേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് നീ തന്നെ ടോട്ടലായിട്ട് മാറ്റുന്നതാണ് കാണുന്നത്. ഓക്കെ, ചേഞ്ചിങ് ഫീഡ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ എന്താ ഉണ്ടാവുക, ഓംനിവേഴ്സൽ എന്ന് പറയാ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. ഓക്കെ, അത് സാധാരണ മില്ലിംഗ് മെഷീനും അതേപോലെ തന്നെയാണ് കാണാനുണ്ടാവുക, പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ കണ്ട മൂവ്മെൻ്റ് ഒക്കെ തന്നെയാണ് പ്ലെയിൻ മില്ലിനും ഉണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്വെൽ ബേസ് ഇല്ലേ, അതുണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ, ഇനിയിപ്പോൾ ഓംനിവേഴ്സൽ ആണെങ്കിൽ അതിലും വ്യത്യാസം ഉണ്ടാവും. ഈ നീക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. ഓക്കെ, that's it. Now let me tell about bed type അല്ലേ. ആദ്യം നമ്മൾ കോളം ആൻഡ് നീ ടൈപ്പ് പറഞ്ഞു. ഇനി ബെഡ് ടൈപ്പ് കമ്പാരിറ്റീവ്ലി ലാർജും ഹെവിയറും റിജിഡും ആയിട്ടുള്ള ഒരു മില്ലിംഗ് മെഷീൻ ആണ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ലാർജ്, ഹെവി ആണ്. ഓക്കെ, റിജിഡ് ആയിട്ടുള്ള ഒരു മില്ലിംഗ് മെഷീൻ ആണ് എന്ത്, ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടേബിൾ ഈസ് ഡയറക്ട്ലി മൗണ്ടഡ് ഓൺ എ ഫിക്സഡ് ടാബ്. ഓക്കെ, ടേബിൾ എന്ന് പറയുന്നത് ഡയറക്ട്ലി മൗണ്ടഡ് ഓൺ എ ഫിക്സഡ് ബെഡ്. ഒരു ഫിക്സഡ് ബെഡ് ഉണ്ടാവും, അതിൻ്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എന്തായിരിക്കും ഈ
ടേബിളിനെ മൗണ്ട് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പിന്നെ ബെഡ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ നോ പ്രൊവിഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ ക്രോസ് ഓർ വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ടേബിൾ. വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്രോസ് വൈസ് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് എന്താണ് ഉണ്ടാവുക, ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബെഡ് ഉണ്ടാവും, അതിൻ്റെ മേലെ ഒരു ടേബിൾ ഡയറക്റ്റ്ലി മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് മാത്രം. ഓക്കെ, അത് ഒരു ദീസ് മെഷീൻസ് ആർ യൂഷ്വലി ഓക്കെ ഒരു ലാർജ് പ്രൊഡക്ഷൻ വർക്കിന് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് പാർട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ ഒരു മെഷീന് ശരിക്കും വരുന്നത്. ഓക്കെ, ദ കട്ടർ മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ ഹെഡ് മേ ബി മൂവ്ഡ് വെർട്ടിക്കൽ on the column and spindle may be adjusted horizontally to provide cross adjustments. നോക്കുക, കട്ടർ മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ, നമ്മൾ കട്ടറാണ് മൂവ് ചെയ്യുന്നത്. കട്ടർ മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ ഹെഡ്, സ്പിൻഡിൽ ഹെഡിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്ന കട്ടർ മേ ബി മൂവ്ഡ് വെർട്ടിക്കൽ ഓൺ ദ കോളം, അതായത് നമുക്ക് കട്ടർ മൂവ്മെൻറ്റ് സംഭവിക്കും, കട്ടറിന് നമുക്ക് താഴോട്ടേക്ക് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ദ സ്പിൻഡിൽ മേ ബി അഡ്ജസ്റ്റഡ് ഹൊറിസോണ്ടലി ടു പ്രൊവൈഡ് ക്രോസ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് സ്പിൻഡിൽ ഹൊറിസോണ്ടലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ ക്രോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ ഇത് മെഷീൻ പ്രൊവൈഡഡ് വിത്ത് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ സ്പിൻഡിൽ ഹെഡ്സ്. മൂന്ന്, അതായത് സിംപ്ലക്സ്, ഡുപ്ലക്സ്, ട്രിപ്ലക്സ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആണ്. ഒരു സിംഗിൾ ഹെഡ് ആണെങ്കിൽ തന്നെ സിംഗിൾ സിംപ്ലക്സ് ബെഡ് ടൈപ്പ് എന്ന് പറയും. ഡബിൾ ആണെങ്കിൽ ഡബ്ലക്സ്, ട്രിപ്പിൾ ആണെങ്കിൽ ട്രിപ്ലക്സ്. ഓക്കെ, ഇതാണ് ബെഡ് ടൈപ്പ്. ഇതാ ഒരു ബെഡ് ടൈപ്പ് ആയിട്ടുള്ള നമ്മുടെ ഒരു മില്ലിംഗ് മെഷീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ. ഐ വിൽ സീ ഇറ്റ്. യെസ് സർ. ഓക്കെ, അപ്പം ഈ സിംപ്ലക്സ്, ഡുപ്ലക്സ്, ട്രിപ്ലക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ സ്പിൻഡിൽ ഹെഡ്സിന് റെസ്പെക്റ്റീവായിട്ട് വിളിക്കുന്ന പേരുകളാണ്. ഓക്കെ, ഈ ഒരു ഓട്ടോമാറ്റിക് ടേബിൾ കൺട്രോളും അത് പോരാത്തതിന് നമുക്കൊരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാ സ്ലൈഡ്സിൻ്റെയും മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റും പോസിബിൾ ആണ് ഈ ഒരു മെഷീനിൽ. ഇതുകൂടിയാണ് നമുക്ക് ഫിക്സഡ് ബെഡ് ടൈപ്പിൽ പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ബെഡ് ടൈപ്പ് ഫിക്സഡ് ആയിട്ടുള്ള ഫിക്സഡ് ബെഡ് ടൈപ്പ് എന്നാണ് പറയാം. ഓക്കെ, ഫിക്സഡ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ. അപ്പം ഇതിൽ ആലോചിക്കുക, ഒരു ബെഡ് ഉണ്ടാവും, അതിൻ്റെ മേലെ ഡയറക്റ്റ്ലി ടേബിൾ മൗണ്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ബെഡ് അതിൻ്റെ മേലെ ഡയറക്റ്റ്ലി ടേബിൾ മൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. സോ ദർ ഇസ് നോ അതർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ടേബിളിൻ്റെ ക്രോസ് വൈസും കാര്യങ്ങളും മൂവ്മെൻറ്റ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നൗ വെൻ കംസ് ടു പ്ലാനർ, ഈ പറഞ്ഞത് ഇപ്പോൾ ബെഡ് ടൈപ്പിൽ പറഞ്ഞത് എന്താ, ഹെവിയാണ്, റിജിഡാണ് അല്ലേ. Likewise, planar type milling machine is also used for heavy duty work. Okay, planar type milling machine is also a heavy duty work milling machine. So the work is clamped on a long table. ഒരു ലോങ് ടേബിള് വർക്ക് ക്ലാമ്പ് ചെയ്യാണ് ചെയ്യുക, വിച്ച് ഹാസ് ഓൺലി എ ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഒരു ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് മാത്രം ഉണ്ടാവും. ഇറ്റ് ഇസ് ഫെഡ് അഗൈൻസ്റ്റ് ദ rotating cutter at set speed. So cross rails is capable of being raised or lower. ഒരു ക്രോസ് റെയിൽ ഉണ്ടാവും, ക്രോസ് റെയിൽസ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഗറിൽ. ഇതാണ് ഫിഗർ, ഒരു കാണാൻ പ്ലാനാർ മോഡലിലുള്ള ഒരു സാധനം അല്ലേ, പ്ലാനാർ ടൈപ്പ് ക്രോസ് റെയിൽ ഉണ്ടാവും. ഒരു സ്പിൻഡിൽ കാരിയേഴ്സ് അല്ലേ, 2 സ്പിൻഡിൽ കാരിയേഴ്സ് ഉണ്ട്. സോ ഒരു ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ക്രോസ് റെയിൽ ഇസ് കേപ്പബിൾ അല്ലേ, ക്രോസ് റെയിൽസിന് റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ഉള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഇറ്റ് ക്യാൻ ക്യാരി കട്ടേഴ്സ്, ദർ ഹെഡ്സ്, സാഡിൽസ് എല്ലാം അല്ലേ. ഓൾ ആർ സപ്പോർട്ടഡ് ബൈ ദ റിജിഡ് അപ്രൈറ്റ്സ്. ഓക്കെ, സെറ്റപ്പ് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായിട്ടില്ല അന്നേരം തന്നെ പറയണേ, ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും. ഓക്കെ,
ഇത് കോമൺലി എങ്ങനെയാണ് മൂവ്മെന്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. കോളം ആൻഡ് നീ ടൈപ്പ് ആണ് കുറച്ച് മനസ്സിലാകാൻ പ്രയാസം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. കോളം ആൻഡ് നീ ടൈപ്പിൽ മൂവ്മെന്റ്സ് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കണം എന്ന് മാത്രം. എങ്ങനെയാണ് മൂവ്മെന്റ് ചെയ്യുന്നത്, വെർട്ടിക്കൽ മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, ക്രോസ് വേസ് മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, അതായത് 1 or more മൂവ്മെന്റ്സ് വരുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഡിഫിക്കൽട്ടി എന്നല്ല, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഏത് പാർട്ട് എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് how we'll get a fifth movement in omniversal, നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി അതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു മൾട്ടിപ്പിൾ കട്ടർ സ്പിൻഡിൽസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ മില്ലിംഗ് പ്ലാനാർ മില്ലിംഗ് മെഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മോഡേൺ ആയിട്ടുള്ള പ്ലാനാർ മില്ലിംഗ് മെഷീനിൽ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഹൈ ആണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാനർ മില്ലിംഗ് മെഷീനെ കാണാം, മോഡേൺ ആയിട്ടുള്ള പ്ലാനർ മില്ലിംഗ് മെഷീനിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. സോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതാണ്, അതായത് പ്രൊഡക്ടിവിറ്റി ഹൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രേറ്റർ റിഡക്ഷൻ പ്രൊഡക്ഷൻ ടൈം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പ്രൊഡക്ഷൻ ടൈമിൻ്റെ ടൈം കുറയ്ക്കാൻ പറ്റും. അതായത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പിൻഡിൽസ്, അതായത് 2 heads ഓൺ ദ അപ്രൈറ്റ്, 2 heads അപ്രൈറ്റിലെ 2 heads അങ്ങനെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ സൈമിൾട്ടേനിയസ് വർക്ക്സ് നമുക്ക് സാധ്യമാണ്. ഓക്കെ, നമ്പർ ഓഫ് വർക്ക് സർഫേസസ് കൂടും, സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ ടൈമിൽ റിഡക്ഷൻ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇതാണ് പ്ലാനാർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. സോ കോളം ആൻഡ് നീ ടൈപ്പ്, ബെഡ് ടൈപ്പ്, പ്ലാനാർ ടൈപ്പ്. പിന്നെയുള്ളത് സ്പെഷ്യൽ ടൈപ്സ് ആണ്. സ്പെഷ്യൽ ടൈപ്പ് ഡെവലപ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, അല്ലേ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് റോട്ടറി, പ്ലാന്ററി, ഡ്രം മില്ലിംഗ്, പാൻറ്റോഗ്രാഫ് മില്ലിംഗ് ടൈപ്പ് മെഷീൻസ് ആണ്. ഇത്രയാണ് നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറയുന്നത് തന്നെ അല്ലേ, സ്യൂട്ടബിൾ ഫോർ ഒരു പർട്ടിക്കുലർ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. റോട്ടറി ടാബിൾ, അല്ലെ, റോട്ടറി ടാബിൾ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, ഇനിഷ്യലി ഒരു റോട്ടറി ടാബിൾ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിന് ചെറിയൊരു മോഡിഫിക്കേഷൻ, സ്മോൾ മോഡിഫിക്കേഷൻ ഓഫ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറി ടാബിൾ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കലും ഈ റോട്ടറി ടാബിളും, അതായത് റോട്ടറി ടാബിൾ മില്ലിംഗ് മെഷീനും സാധാരണ ഒരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർക്ക് ടേബിൾ മാത്രമാണ്. ഓക്കെ, അതായത് റോട്ടറി ടാബിൾ മില്ലിംഗ് മെഷീനിൽ നമ്മൾ റോട്ടറി ടൈപ്പ് വർക്ക് ടേബിൾ ഉപയോഗിക്കും, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ നമ്മൾ സാധാരണ നോർമൽ വർക്ക് ടേബിൾസ് ഉപയോഗിക്കും. ഓക്കെ, പ്ലാനറ്ററി എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ മില്ലിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ്സ്, ടാപ്പേർഡ് സർഫേസസ്, ബിയറിംഗ് സർഫേസസ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിട്ടാണ് നമുക്ക് പ്ലാനറ്ററി എന്ന് പറയുന്ന ഒരു മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ മില്ലിംഗ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ്സ്. ഇന്റേണൽ എക്സ്റ്റേണൽ ത്രെഡ്സ് ഒക്കെ മില്ല് ചെയ്യുക, ഓൾ കൈൻഡ് ഓഫ് ടാപ്പേർഡ് സർഫേസസ്, ഏത് ടൈപ്പ് ഓഫ് ടാപ്പേർഡ് സർഫേസസും, ബിയറിംഗ് സർഫേസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ വർക്ക് ഈസ് ഹെൽഡ് സ്റ്റേഷനറി, വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ എന്താണ് വർക്ക് പീസ് സ്റ്റേഷനറി ആകുന്നത് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള എല്ലാ മൂവ്മെൻറ്റും ചെയ്യുന്നത് ആരായിരിക്കും, മില്ലിംഗ് കട്ടർ ആയിരിക്കും. ഓക്കെ, ഒരു കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും വിൽ ബി മെയ്ഡ് ബൈ യൂസിങ് ദ മില്ലിംഗ് കട്ടേഴ്സ്. ഓക്കെ, സാധാരണ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മില്ലിംഗ് മെഷീൻ. അടുത്തത് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, ഡ്രം മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് സാധാരണ ഒരു റോട്ടറി ടൈപ്പ് ടാബിൾ മില്ലിംഗ് മെഷീനെ പോലെ തന്നെയുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, വർക്ക് ടേബിൾ സപ്പോർട്ടിംഗ്, വർക്ക് സപ്പോർട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത് ലൈക്ക് ഡ്രം റൊട്ടേറ്റ്സ് ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രം ടൈപ്പ് വർക്ക് ടേബിൾ ഉള്ള ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഡ്രം മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് മൗണ്ടഡ് ഓൺ
3 or 4 spindle heads rotate in a horizontal axis അല്ലേ. നോക്കിയോ, ഫേസ് മില്ലിംഗ് കട്ടർ നമുക്ക് പഠിക്കാം. ഫേസ് മില്ലിംഗ് എന്താ, എൻഡ് മില്ലിംഗ് എന്താന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആവും. ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് മൗണ്ടഡ് ഓൺ 3 or 4 spindle heads rotate in a horizontal axis. Okay, rotate in a horizontal axis. അതായത് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, റൊട്ടേറ്റിംഗ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് എന്താ അല്ലേ, വർക്ക് ടേബിൾ എന്ന് പറയുന്ന ഡ്രം ആൻഡ് ഇറ്റ്സ് റൊട്ടേറ്റിംഗ് ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പം ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു 3-4 സ്പിൻഡിൽ ഹെഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ബൂത്ത് സർഫേസ് ഓഫ് ദ ഡ്രം അല്ലേ വർക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ pantograph milling machine used to make duplicate workpieces. Okay, duplicate workpieces ചെയ്യാനാണ് നമ്മൾ പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. മെയ്ഡ് അപ്പ് ഓഫ് 4 links which are joined in the form of parallelogram. ഓക്കെ, പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത് 2D ആയിട്ടും കിട്ടാൻ 2 dimensional പാൻറ്റോഗ്രാഫ്സും ഉപയോഗിക്കുന്നുണ്ട്, 3 dimensional പാൻറ്റോഗ്രാഫ്സും ഉപയോഗിക്കുന്നുണ്ട്. 2 dimensional pantograph is used for enlarging letters അല്ലെങ്കിൽ അതർ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ലെറ്റേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 dimensional പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീനായിട്ട് ഉപയോഗിക്കുന്നത്. 3 dimensional പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് കോപ്പിങ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ പീസിൻ്റെ ഒരു പീസിൻ്റെ അടുത്ത കൗണ്ടർ പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ്. ഓക്കെ, ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.